തേർഡ് BA അറബിക്ക്. എൻ്റെ ചോദ്യം, നബിയെ കുറിച്ച് ഇപ്പം കാർട്ടൂൺ വിവാദമായല്ലോ, അത് ഇത്ര അധികം വിവാദമായ കാരണം? കാർട്ടൂൺ വിവാദം എന്തുകൊണ്ട് ഇത്ര അധികമായി, ഇത്ര അധികമാക്കേണ്ടിയിരുന്നുവോ? വിവാദം അധികമായി എന്ന് പറയുന്നത് പ്രതികരണത്തിന്റെ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമികമായ രീതി. അഥവാ ആളെ കൊല്ലാനും കത്തിക്കാനും ഒന്നും ഒരിക്കലും പ്രതിഷേധം പോകാൻ പാടില്ല. എന്നാൽ എന്തുകൊണ്ട് ഇത് വിവാദമായി? വളരെ ആസൂത്രിതമായി മുസ്ലിങ്ങളെ കരിവാരിത്തേക്കാനും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണിത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വിവാദമായത്. ഇത് വെറുതെ ഒരു ദിവസം ഉണ്ടായി വന്നൊരു കാര്യമല്ല. നിങ്ങൾക്കറിയാവുന്നതാണ്, ഡെൻമാർക്കിലെ ഒരു പത്രം ജില്ലാൻസ് പോസ്റ്റൺ എന്ന് പറയുന്ന പത്രം ഒരു കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കുന്നു. മുഹമ്മദ് നബിയെ ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂൺ വേണം. അവർക്ക് 40-40ഓളം എൻട്രികൾ ലഭിക്കുന്നു. ആ എൻട്രികളിൽ നിന്ന് 12 അവർ പബ്ലിഷ് ചെയ്യുന്നു. മുഹമ്മദ് നബിയുടെ കോലം, രൂപം എന്നെല്ലാം പറഞ്ഞ് മുഹമ്മദ് നബിയെ ശ്രീലമ്പടനായും ഭീകരവാദിയായുമെല്ലാം ചിത്രീകരിച്ചുകൊണ്ടുള്ള വൃത്തികെട്ട കാരിക്കേച്ചറുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം വരക്കാൻ പാടില്ല. അദ്ദേഹത്തെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ അധികം സ്നേഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിലെ 2 ലക്ഷത്തോളം മുസ്ലിങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു. ഇത് സെപ്റ്റംബർ 30 ഈ പത്രം പ്രസിദ്ധീകരിച്ചത്. ഡെൻമാർക്കിലെ 2 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചത് എന്തടിസ്ഥാനത്തിലാ? ഇത് ഡെൻമാർക്കിലെ നിയമപ്രകാരം ശിക്ഷ നൽകേണ്ട കുറ്റമാണ്. ആ ശിക്ഷ ഗവൺമെന്റ് നൽകണം എന്ന് മാത്രമാണ് മുസ്ലിങ്ങൾ പറഞ്ഞുള്ളൂ. ഡെൻമാർക്കിലെ നിയമപ്രകാരം ശിക്ഷ നൽകേണ്ടതാണ്. ഡെൻമാർക്കിലെ പീനൽ കോഡ് 166B വകുപ്പും 144 വകുപ്പും പ്രകാരം ശിക്ഷ 2 കൊല്ലം വരെ തടവ് ശിക്ഷ നൽകുവാൻ കഴിയുന്നതാണ് ഈ കുറ്റം. പക്ഷേ ഗവൺമെന്റ് പറഞ്ഞത് ഫ്രീഡം ഓഫ് പ്രസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ ശിക്ഷ എടുക്കാൻ തയ്യാറല്ല എന്ന്. തീർച്ചയായും അത് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലോകത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് സൗദി അറേബ്യയുടെ അംബാസഡർ അവരെ കാണാൻ വേണ്ടി ചെന്നത്, രാജ്യം എന്നുള്ള നിലക്ക്. അങ്ങനെ ആ അംബാസഡർ കാണാൻ വേണ്ടി ചെന്നപ്പോ വളരെ മോശമായി അവർ പെരുമാറി. അപ്പോ വീണ്ടും ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവനും അംബാസഡർമാർ കാണാൻ വേണ്ടി സമ്മതം ചോദിച്ചു, പക്ഷേ സമ്മതം കൊടുത്തില്ല. മാത്രവുമല്ല, ഈ സമയമായപ്പോഴേക്ക് ഫ്രാൻസിലും നോർവേയിലും എല്ലാമുള്ള പത്രങ്ങൾ ചിലതെല്ലാം അത് പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ സമയത്ത് സൗദി അറേബ്യ ആദ്യമായി അവരുമായുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കട്ട് ചെയ്തു, അഥവാ അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു. അതോടൊപ്പം തന്നെ സൗദിയിലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഡെൻമാർക്ക് രാജ്യം തന്നെ ഇത്തരമൊരു നടപടി എടുത്തത് കൊണ്ട് അവരുമായി നമുക്കുള്ള വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായി നമ്മൾ നിഷേധിക്കുകയാണ്. അവരുടെ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് എല്ലാം സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള കാലത്ത് ഈ രൂപത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ജനുവരിയിലാണ് നമ്മളല്ലത് അറിയുന്നത് തന്നെ, അല്ലെ? ജനുവരിയിലാണ് ഇതൊരു ന്യൂസ് ആവുന്നത്. അതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അവർ പത്രസ്വാതന്ത്ര്യം പറയുന്നത്. പത്രസ്വാതന്ത്ര്യം ഇതേ പത്രത്തിൽ 2 കൊല്ലത്തിന് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇതേപോലത്തുള്ള ഒരു കാർട്ടൂൺ അയച്ചു കൊടുത്തിട്ട് പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെടുന്നതാണ് അവരുടെ ഉത്തരം. അതുപോലെ ജർമ്മനിയിലെ ഡൈവാൾട്ട് എന്ന പത്രം അവരാ പറഞ്ഞത് എന്ത്, നമ്മുടെ സംസ്കാരത്തിന് ദിസ് ഈസ് ദ കോർ ഓഫ് അവർ സിവിലൈസേഷൻ എന്നാണ് അവർ പറഞ്ഞത്. എന്ത്? ഫ്രീഡം ഓഫ് പ്രസ്. ഈ പത്രമാണ് 2003 ജനുവരി മാസത്തില് ബ്രിട്ടനിലെ ഇൻഡിപെൻഡന്റ് പത്രം പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, വെറും പൊളിറ്റിക്കൽ കാർട്ടൂൺ. എന്താണ്? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഈ പലസ്തീനിലെ പിഞ്ചു പൈതങ്ങളെ തിന്നുന്നതായി കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ. ഈ കാർട്ടൂൺ നിഷേധിച്ച ഡൈവാൾട്ട്, അത് പ്രസിദ്ധീകരിക്കാൻ നിഷേധിച്ച ഡൈവാൾട്ടാണ് പറയുന്നത് എന്ത്, പത്രസ്വാതന്ത്ര്യം എന്നുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ കോറാണ്, അടിത്തറയാണ്. അതേപോലെ തന്നെ ഇന്നും ഓസ്ട്രിയയിലെ ജയിലിൽ 3 കൊല്ലമായി ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ഉണ്ട്. എന്തിനാണെന്നറിയോ? ഹോളോകാസ്റ്റ് ഉണ്ടല്ലോ, ഹോളോകാസ്റ്റ്.
നമുക്കറിയാം. പിന്നെ ഹോളോകോസ്റ്റ് ഞാൻ വിശദീകരിക്കണില്ല. ഹോളോകോസ്റ്റിനെ നിഷേധിച്ചതിന്, ഈ പറയുന്ന ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ നടത്തി എന്ന് പറയുന്ന ഹോളോകോസ്റ്റ് അത്ര ഭീകരമായിരുന്നില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു എഴുതിയതിനു വേണ്ടി അദ്ദേഹം ജയിലിലാണ് ഇപ്പോഴും. അവരാണ് പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കാനും പ്രവാചകനെ വളരെ വൃത്തികെട്ടതായി ചിത്രീകരിക്കാനും അങ്ങനെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച ഇസ്ലാം ഭീകരതയാണ് എന്ന തങ്ങളുടെ വാദത്തിന് തെളിവുണ്ടാക്കാനും വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് അത് പ്രതിഷേധിക്കപ്പെടുന്നത്. ആ പ്രതിഷേധം ഇസ്ലാമിക വിരുദ്ധമായ രൂപത്തിലേക്ക് പോകാൻ പാടില്ല. താരും കത്തിച്ചും ആളെ കൊന്നും ഒന്നും ആ പ്രതിഷേധം മുന്നോട്ട് പോകാൻ പാടില്ല. അതിന് ഇസ്ലാം എതിരാണ്. അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പ്രതിഷേധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ എന്റെ വാപ്പാനെ എന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ വിമർശിക്കുന്നതിനല്ല നമ്മളെതിര്, റസൂലുള്ളാഹിനെ വിമർശിക്കുന്നതിന് നമ്മളെതിരല്ല. വിമർശിക്കാം. ഒരു വിമർശനത്തിനും ഇസ്ലാമിന് പുറംതിരിഞ്ഞു നിൽക്കേണ്ടതില്ല. ഏത് വിമർശനമാണെങ്കിലും പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഭവം ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശനത്തിന് മറുപടി നൽകാൻ മുസ്ലിങ്ങൾക്ക് കഴിയും. യാതൊരു സംശയവും വേണ്ട. വിമർശനത്തിന് മുസ്ലിങ്ങളെതിരല്ല, ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ എല്ലാം വിമർശിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ലോക മാർക്കറ്റിലുണ്ട്. അതിനെല്ലാം മറുപടി എഴുതിയിട്ടുമുണ്ട്. എല്ലാറ്റിനും മറുപടിയുണ്ട്. മുസ്ലിം ലോകം ലോകത്തുള്ള സമൂഹത്തോട് പറയുന്നത് തന്നെ നിങ്ങൾ വിമർശിച്ചോളൂ എന്നാണ്. വിമർശിച്ചോളൂ, അതിന് മറുപടിയുണ്ട്. വിമർശനമല്ല തെറി പറച്ചിൽ. എന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന എന്റെ വാപ്പാനെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് ഒരാൾ പോവാന്ന് വിചാരിക്കുക, ഞാൻ അയാൾക്ക് വിളിച്ച് ചോറ് കൊടുക്കുമോ, പാൽപ്പാശം കൊടുക്കുമോ? ഇല്ല, സ്വാഭാവികമാണ്. തീർച്ചയായും എന്നെ വിമർശിക്കാം, ആരെയും വിമർശിക്കാം. വിമർശനം വസ്തുനിഷ്ഠമാകണം. എന്നാൽ തെറി പറച്ചിൽ എന്നുള്ളത് സംസ്കൃതമായൊരു സമൂഹത്തിന് അനുയോജ്യമല്ല. ഏത് സമൂഹത്തിനായിരുന്നാലും അല്ലെ, അതും മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ ആ രൂപത്തിൽ തെറി പറയാൻ സന്നദ്ധമാകുന്ന ഒരു സമൂഹം അസംസ്കൃതമാണ്, വൃത്തികെട്ട സമൂഹമാണ്. ഡെൻമാർക്കിന്റെ സവിശേഷത തന്നെ എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ഇത്ര എതിർപ്പുണ്ടാകാൻ കാരണം? ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ സ്വവർഗ രതിക്കാരുടെ സ്വർഗമാണ്. സ്വവർഗ രതി നിയമം മൂലം അംഗീകരിക്കപ്പെടുകയും അത് വിമർശിക്കാൻ പാടില്ല എന്ന്, അതിനാരെങ്കിലും വിമർശിച്ചാൽ ഓരോ ജയിലിലിടാം എന്ന നിയമമുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. ആ ഡെൻമാർക്കിൽ സ്വാഭാവികമായിട്ട് ഇസ്ലാം വൃത്തികെട്ടതായി ചിത്രീകരിക്കപ്പെടും. കാരണം എന്താണ്? അവരുടെ ആ വൃത്തികെട്ട കണ്ണിലൂടെ ഇസ്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായും വൃത്തികെട്ടതായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഒരുത്തൻ പറഞ്ഞില്ലേ, നെഹ്റു ചെന്നിട്ട് ഭ്രാന്താശുപത്രി സന്ദർശിച്ചിട്ട് പറഞ്ഞത്രേ ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന്. അപ്പം ഒരു ഭ്രാന്തം പറയാ, അവിടെ എത്തിക്കോളും, ഞാനിത് പറഞ്ഞിട്ട് അവിടെ വന്നത്, കുറച്ച് ദിവസം ഞങ്ങളും ഇവിടെ എത്തിക്കോളും. ഇതേപോലെ ആ ഭ്രാന്തം കണ്ടുകൊണ്ട് നോക്കിയാൽ എല്ലാവർക്കും ഭ്രാന്തായി തോന്നും, മൂപ്പർക്കോ ഭ്രാന്തില്ലാന്നും തോന്നും. അതേപോലെയാണ് ഡെൻമാർക്കുകാരന്റെ വൃത്തികെട്ട കണ്ണുകൊണ്ട് സ്വവർഗരതി അംഗീകരിക്കുന്ന, ആ വ്യഭിചാരം അംഗീകരിക്കുന്ന, അത് നാടിന്റെ ഒരു സിമ്പലായി പറയുന്ന സ്വവർഗഭോഗികളെ ഇങ്ങോട്ട് വന്നോളൂ, നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ തരാമെന്ന് പ്രഖ്യാപിക്കുന്ന യൂറോപ്പിലെ നാട്ടിൽ അവർക്ക് പ്രവാചകൻ വൃത്തികെട്ടവനായി തോന്നിയെങ്കിൽ അതിൽ അത്ഭുതമല്ല. പക്ഷേ അത് ലോകത്തിന്റെ മുന്നിൽ വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിച്ചാൽ മുസ്ലിം ലോകം പ്രതികരിക്കും. ആ പ്രതികരണമാണ് കണ്ടത് അവിടെ. പക്ഷേ ആ പ്രതികരണം ഇസ്ലാമിക വിരുദ്ധമാകരുത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. ഒപ്പം തന്നെ മുസ്ലിങ്ങൾ പറയണം, പ്രവാചകനെ വിമർശിക്കുന്നതിനല്ല നമ്മളെതിര്, വിമർശിച്ചോളൂ. ഏത് വിമർശനമാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധവളമായ ജീവിതം, വിശുദ്ധമായ ജീവിതം, ആ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തു പോലും ആരോപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. വസ്തുനിഷ്ഠമായി ഏത് ആരോപണം ഉന്നയിച്ചാലും അതിന് മറുപടി പറയാൻ, പ്രവാചക ജീവിതത്തെ തന്നെ ഉപയോഗിച്ച് മറുപടി പറയാൻ മുസ്ലിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഭയപ്പാടില്ല. എന്നാൽ തെറി പറയൽ വ്യത്യസ്തമാണ്. അതിനെതിരെ മുസ്ലിം ലോകം പ്രതികരിക്കും. അത് പ്രതികരണം ഇസ്ലാമികമായ രൂപത്തിലായിരിക്കും, ആയിരിക്കുകയും